ഞാൻ ഇന്നിവിടെ ഒരു തലമുടി വളർച്ചയ്ക്ക് പെട്ടെന്ന് 2 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടുന്ന രീതിയിലുള്ള ഒരു എണ്ണ ഉണ്ടാക്കുന്നതിൻ്റെ ഉള്ള ഔഷധ സസ്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഞാൻ പറമ്പിൽ നിന്ന് പറിച്ചെടുത്തതാണ്. ഇതെല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനിതെല്ലാം എടുത്തു. നിങ്ങൾക്ക് ഏതൊക്കെയാണോ കിട്ടുന്നത് അത് നിങ്ങൾ എടുത്താൽ മതി. ഇത് ഞാൻ 1 ലിറ്റർ എണ്ണയിൽ ഉണ്ടാക്കാനായിട്ടുമാണ് എടുത്തിട്ടുള്ളത്. അതിനായിട്ട് എടുത്തിട്ടുള്ളത് ഒന്നാമതായി പൂവാങ്കുറുന്നില. ഇതാണ് പൂവാങ്കുറുന്നില. ഇത് മുടി കൊഴിച്ചിൽ തടയുന്നു, തലയോട്ടിലെ രോമകൂപങ്ങളെയെല്ലാം ശക്തമാക്കുന്നു, തലമുടി വളരാനായിട്ട് സഹായിക്കുന്നു, താരൻ അകന്നു പോകും. പിന്നെ ഇതൊരു കണ്ടീഷണറായിട്ടും ഇത് പ്രവർത്തിക്കുന്നു. അകാലനരയെല്ലാം ഇല്ലാതാകും. ചെറുപ്പത്തിലേ നരയ്ക്കുന്ന അതെല്ലാം ഇല്ലാതാകും. തണുപ്പ് നിലനിർത്തുന്നു. അതുകൊണ്ട് തന്നെ തലയിലുള്ള ചൂട് കുറയ്ക്കുകയും ടെൻഷൻ അകറ്റാനായിട്ടും നല്ല ഉറക്കം കിട്ടുന്നതിനും സഹായിക്കും. അടുത്തതായിട്ട് ഇത് കയ്യുണ്ണി. ഇത് ഞാനിച്ചിരി പൂവാങ്കുറുന്നലും കറിവേപ്പിലയും കുറച്ചേറെ എടുത്തിട്ടുണ്ട്. ഇത് കയ്യുണ്യം അല്ലെങ്കിൽ ഭൃംഗരാജ് എന്ന് പറയും. കയ്യുണ്യം അല്ലെങ്കിൽ ഭൃംഗരാജ് എന്ന് പറയും. ഇത് മുടി വളർച്ചയെ പെട്ടെന്നാക്കും. തലയിലെ മുടി വളരുന്നത് പെട്ടെന്നാക്കും. അതുപോലെ തലയോട്ടിയിലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കും. തലയിലെ ഫോളിക്കിൾസ്, നമ്മുടെ രോമകൂപങ്ങളെയൊക്കെ അവിടെ ശക്തിയാക്കുന്ന അതിനൊക്കെ പോഷണം കൊടുക്കുന്നുണ്ട്. പുതിയ മുടികൾ വേഗത്തിൽ വളരാനും ഇത് സഹായിക്കുന്നു. മുടി കൊഴിച്ചിൽ തടയുന്നു, അകാലനര ഇല്ലാതാക്കുന്നു. പിന്നെ ചെറുപ്പത്തിലെ മുടി നരയ്ക്കുന്നത് ആണ് അകാലനര. പ്രായമാകുമ്പോഴത്തേക്കും കുറേശ്ശെ എല്ലാവർക്കും നരയ്ക്കും. ചിലരുടെ ചെറുപ്പത്തിലേ ഇതുപോലെയുള്ള എണ്ണകളൊക്കെ ഉപയോഗിച്ച് വരുന്നവരുടെ ഒരുപാട് പ്രായമായാലും നരയ്ക്കാതെ ഇരിക്കും. പിന്നെ ഇതിൽ താരനെ മാറ്റുന്നു. തലയിലെ ഫംഗസ് കൊണ്ടുള്ള ചൊറിച്ചിലും താരനും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റുന്നു. പിന്നെ മുടിയിലെ ഈർപ്പം എന്ന് വെച്ചാൽ വെള്ളം ഇട്ടേക്കുന്നതല്ല, ചെറിയൊരു ഹൈഡ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നു മുടിക്ക്. അതുകൊണ്ട് തന്നെ നല്ല തിളക്കവും മൃദുത്വവും നൽകാനും ഈ കയ്യുണ്യം സഹായിക്കും. അടുത്തതായി കറ്റാർവാഴയും മുടി വളർച്ച കൂട്ടുന്നു, താരനെല്ലാം ഇല്ലാതാക്കും, മുടിക്ക് ഇതുപോലെ ഈർപ്പം നൽകും. പിന്നെ മുടി കൊഴിച്ചിലിനെ തടയും, മുടിക്ക് തിളക്കവും നൽകും. അടുത്തതായിട്ട് കറിവേപ്പില നമ്മുടെ വീടുകളിലൊക്കെ മിക്കവാറും കാണും. ഇത് നമുക്ക് മാർക്കറ്റിൽ നിന്നാണെങ്കിലും കിട്ടും. ഇതും മുടി കൊഴിച്ചിൽ തടയാനായിട്ട് സഹായിക്കുന്നു, അകാലനര ഇല്ലാതാക്കുന്നു, താരൻ കുറയ്ക്കുന്നു. ഇതെല്ലാം അതൊക്കെ തന്നെയാണ് ഗുണങ്ങളെല്ലാം. അടുത്തത് ചെമ്പരത്തിപ്പൂവ് നമ്മുടെ മുടി വളർച്ചയെ സഹായിക്കുന്നു. അതുകൂടാതെ തന്നെ ഇതൊരു കണ്ടീഷണറായിട്ട് പ്രവർത്തിച്ച് മുടിക്ക് നല്ല തിളക്കവും നല്ല സോഫ്റ്റും ആക്കുന്നു മുടി. അതുപോലെ തന്നെ മുടിയുടെ അറ്റം പോകുന്ന ചിലരുടെയൊക്കെ തലമുടിയുടെ അറ്റം പൊട്ടിപ്പോകുന്നതായിട്ടാണ്, അതെല്ലാം മാറ്റിത്തരുന്നു. പിന്നെയുള്ളത് നീലയമരി. എനിക്ക് ഇത് കിട്ടിയില്ലായിരുന്നു, ചെടിയില്ല ഇവിടെ. അതുകൊണ്ട് ഞാൻ 2 സ്പൂണ് നീലയമരി ഓൺലൈനിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പൊടിയായിട്ട്, അതെടുത്തിട്ടുണ്ട്. അതാണെങ്കിൽ അത് മുടി അകാലനര തടയാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും താരനകറ്റാനും എല്ലാം സഹായിക്കും. പിന്നെ മൈലാഞ്ചിടി എനിക്ക് ഇല കിട്ടിയില്ല, അതുകൊണ്ട് പൊടി എടുത്തിട്ടുണ്ട്. 2 സ്പൂൺ പൊടി, ടേബിൾ സ്പൂൺ. അതും മുടി വളർച്ച കൂട്ടുന്നു, മുടിയുടെ കൊഴിച്ചിലൊക്കെ മാറ്റി താരനൊക്കെ അകറ്റി ഒരു കണ്ടീഷണറായിട്ടും പ്രവർത്തിക്കുന്നു. ഉള്ളി ചെറിയ ഉള്ളിയാണെങ്കിൽ നിങ്ങളൊരു 4-5 എണ്ണം എടുക്കാം. ചെറിയ ഉള്ളിയാണ് കുറച്ചും കൂടെ നല്ലത്. സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്.
ഇതും മുടി വളർച്ച കൂട്ടും, മുടി കൊഴിച്ചിലെല്ലാം തടഞ്ഞ് താരനെല്ലാം മാറ്റും. ഇത് 1 ലിറ്റർ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാനായിട്ടാണ്. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാൻ തലമുടിക്കുള്ള ഓയിലുണ്ടാക്കാൻ വേണ്ടിയാണ് ഞാനിത് ഇത്രയും ഇതെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങളുടെ പറമ്പിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുക. ഇതിൽ ഒരു കാര്യം വിട്ടുപോയി, അതാണ് കീഴാർനെല്ലി. കീഴാർനെല്ലി അത് ഇങ്ങനെ കയ്യിലെടുക്കുമ്പോഴത്തേക്ക് അത് ഇതായി പോവും. ഇത് കറുപ്പ് നിറം കൂട്ടാനായിട്ട്, തലമുടിയിലെ കറുപ്പ് നിറം കൂട്ടാനായിട്ട് സഹായിക്കുന്നു. കറുപ്പ് നിലനിർത്തുന്നു, കൂടാതെ കറുപ്പ് നിറം കൂട്ടാനായിട്ടും ഇത് സഹായിക്കുന്നു കീഴാർനെല്ലി. ഇത് കുറച്ചേ കിട്ടിയുള്ളൂ. കിട്ടുന്നത് പോലെ നമുക്ക് കൂടുതലെടുത്താൽ ഏറ്റവും നല്ലതായിരിക്കും. ഇനി ഇത് ഈ 1 ലിറ്റർ എണ്ണയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇത്ര എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കിട്ടുന്ന എന്തൊക്കെ ഇലകളിലാണ് നമുക്ക് കിട്ടുന്നത് അത് നിങ്ങൾക്ക് എടുത്ത് ചെയ്യാം. എല്ലാത്തിനും പിന്നെ വേറെ വേറെ ആയിട്ടുള്ള കുറച്ച് വൈറ്റാമിൻസും ഇതും എല്ലാം ഉണ്ട്. അപ്പോൾ അത് അല്ലെങ്കിലും എല്ലാത്തിൻ്റെയും പ്രവർത്തനം ഏകദേശം ഒരുപോലെ ആയിരിക്കും. ചിലതൊക്കെ മാത്രം വ്യത്യാസം. ഇതിനാണ് കറുപ്പ് നിറം കൂട്ടാൻ സഹായിക്കുന്നു, ഇത് കണ്ടീഷണറായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സസ്യങ്ങളെല്ലാം ഉപയോഗിച്ച് ഇതുണ്ടാക്കാം. ഇതിലെല്ലാം കൂടെ ചേർത്തുണ്ടാക്കുമ്പോൾ അത് ഏറ്റവും പവർഫുള്ളായിരിക്കും. അത് നിങ്ങൾക്കൊരു 2 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാകാൻ തുടങ്ങും. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇതെല്ലാം കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കുന്ന കുഴപ്പമില്ല. വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. മിക്സിയിലിട്ട് അടച്ച് വലിയ പേസ്റ്റായിട്ടല്ല, ഒരു ചതഞ്ഞ പരുവത്തിൽ എല്ലാം കൂടെ പിന്നെ മിക്സിയിലിട്ട് അടിച്ച് എടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് എണ്ണ തയ്യാറാക്കാം. ഞാനിവിടെ ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് സ്റ്റൗ കത്തിച്ച് ഇത് വെച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഔഷധങ്ങളെല്ലാം അരച്ച് മിക്സിയിലിട്ട് അടിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാനുള്ളൂ. അടിച്ച് പൊടികളും എല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈർപ്പം ഉള്ളതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ പൊട്ടിത്തെറിക്കത്തില്ല. അല്ലെങ്കിൽ നമ്മളല്ലാതെ തിളച്ച ചൂടായിട്ടിരിക്കുന്ന ഇതിലോട്ട് ഒഴിച്ചാൽ അത് പൊട്ടിത്തെറിക്കും. അപ്പോൾ അതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം, മിക്സാക്കാം. നല്ലപോലെ ഇളക്കി ഇത് മിക്സ് ചെയ്യാം. മിശ്രിതം നല്ലപോലെ തിളച്ച് ആ വെള്ളത്തിൽ കിടന്ന് ഈ സസ്യങ്ങളുടെ ഇതെല്ലാം ഔഷധ ഗുണങ്ങളെല്ലാം അതിൽ വെന്തിറങ്ങി അത് എണ്ണയിലോട്ട് പിടിച്ച് എന്നിട്ട് വേണം. അതുകൊണ്ടാണ് ഈ വെള്ളം കുറച്ച് ഒഴിക്കുന്നത്. എല്ലാം പിന്നെ ഇതിലോട്ട് എണ്ണയിലോട്ട് ചേരും. അപ്പോൾ നമുക്ക് ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മീഡിയത്തിലോട്ട് വയ്ക്കാം. നല്ല ഇതായിട്ട് വരും. കളറും അതിൻ്റെ മാറി വരും. ഒരു ചുവന്ന കളറായിട്ട്. അപ്പോൾ ഇത് ഇനി നമുക്ക് ഇതിനെ മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ചിട്ട് കുറേശ്ശെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതെല്ലാം നല്ലപോലെ പോകുമ്പോഴായിരിക്കും അതിൻ്റെ ശരിയായിട്ടുള്ള അത് ശരിയായിട്ട് തയ്യാറായിരിക്കും. കടയെല്ലാം അടങ്ങി താഴെയുള്ള ഔഷധത്തിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളെല്ലാം നല്ലപോലെ ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് നമുക്കിത് വാങ്ങി വയ്ക്കാം. അല്പം ബുദ്ധിമുട്ടേണ്ടി വന്നാലും
നമ്മളിത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് വേറെയാണ്. നമ്മൾ എളുപ്പം കിട്ടുന്ന മരുന്നുകളുടെയൊക്കെ പുറകെ പോയി അതുകൊണ്ട് നമുക്ക് ശാശ്വതമായൊരു പരിഹാരം കിട്ടത്തില്ല. പക്ഷേ ഇതുപോലൊക്കെയുള്ള എണ്ണകളെയൊക്കെ നമ്മൾ കാച്ചി ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ഒരു ദിവസത്തെ ഒരു ചെറിയൊരു കഷ്ടപ്പാടേ ഉള്ളൂ. അത് കഴിയുമ്പോൾ അത് നമ്മൾ സമയം കിട്ടുന്ന പോലെ ഉണ്ടാക്കി വെച്ചാൽ കുട്ടികൾക്ക് ആണെങ്കിലും ചെറുപ്പത്തിലേ ഇതൊക്കെ തേച്ച് കൊടുത്താൽ അവർക്ക് ഈ പെട്ടെന്ന് ഇന്നത്തെ കാലത്താണെങ്കിൽ പെട്ടെന്ന് കുട്ടികളുടെയൊക്കെ തലമുടി നരയ്ക്കാനുള്ളത്. അപ്പോൾ അതെല്ലാം ഇല്ലാതാവും. അതുമല്ല തലവേദനയോ എപ്പോഴും വിട്ടുമാറാതെ വരുന്ന ജലദോഷം, നീർവീഴ്ച ഇതെല്ലാം മാറാനും ഇത് എണ്ണ ഉപകരിക്കും. അതുപോലെ തന്നെ ഇത് ഈ ഔഷധ എണ്ണ ഇവിടെ ഇത് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് നല്ലപോലെ തണുത്തതിന് ശേഷം കുപ്പികളിലോ ഭരണിയിലോ എവിടെയെങ്കിലും നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. കുറേശ്ശെ ആവശ്യത്തിനെടുത്ത് കുളിക്കുന്നതിന് ഒരമണിക്കൂറിന് മുമ്പ് നമ്മൾ നല്ലപോലെ തലയിൽ തേച്ചിട്ട് അതിൽ ചെറുതായിട്ടൊരു മസാജും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതിൻ്റെ റിസൾട്ട് നല്ലതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഇത് ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റിനും ഈ എണ്ണ തേച്ചിട്ട് അത് ചെയ്യുന്നതും നല്ലതായിരിക്കും തലയ്ക്ക്. അതിനെ പറ്റിയുള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്.